അഡ്വക്കേറ്റ് BP ശശീന്ദ്രൻ മുഖേന ഞങ്ങൾ ഇന്ന് കേസ് ഫയൽ ചെയ്തു. മാനനഷ്ടത്തിനാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അത് വരുന്ന 4-ാം തീയതി ഒരു ഓൺലൈനിലൂടെ ഒരു വെരിഫിക്കേഷന് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് കേസ് കൊടുക്കുക അല്ലേ. ഏതായാലും ജനം TV, ഭാരത് ലൈവ്, കർമ്മ, സുദിനം ഈ 4 മീഡിയകൾക്കെതിരെയാണ് ഞങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെ, ആൾമാറാട്ടം നടത്തി പണം വാങ്ങി എന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചത്. അതും വളരെ വൃത്തികെട്ട ഭാഷയിൽ ചില ചാനലുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ വളരെ മോശമായ സാമ്പത്തിക രംഗത്തെ ഒരു അങ്ങേയറ്റത്തെ അരാജകത്വം നടത്തുന്ന ഒരാളാണെന്ന രീതിയിൽ വളരെ വികൃതമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം മാനഹാനി ഉണ്ടാക്കിയിട്ടുള്ള ഈ സംഭവം എന്നുള്ള നിലയിൽ ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ നമ്മുടെ പ്രിന്റ് മീഡിയയും ലൈവ് മീഡിയയും എല്ലാം തന്നെ ഈ രൂപത്തിൽ കൊടുക്കുന്നത് ആർക്കെതിരെ ആയാലും, ഒരു പൊതുപ്രവർത്തകയാകണമെന്നില്ല, ഇനി സാധാരണക്കാരായിട്ടുള്ള ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ആവട്ടെ, ആരാവട്ടെ, അവർക്കെതിരെ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം, നിജസ്ഥിതി അറിഞ്ഞിട്ട് വേണം അവർ വാർത്ത കൊടുക്കാൻ. അത് ചെയ്തില്ല. അതിന് പകരം പൊതുപ്രവർത്തകയായിട്ടുള്ള, സമൂഹത്തിൽ മുൻ മന്ത്രി എന്നുള്ള നിലയിലായാലും മുൻ പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലയിലായാലും കേരളത്തിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കഴിഞ്ഞ 50 വർഷക്കാലമായി പൊതുപ്രവർത്തന രംഗത്ത്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിയായിട്ടുള്ള എന്നോട് ഒന്ന് ടെലിഫോൺ ചെയ്ത് ചോദിക്കുക പോലും ചെയ്യാതെയാണ് അവർ ആ വാർത്ത പടച്ചു വിട്ടത്. ആ വാർത്ത ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതം ചെറുതല്ല. ഞങ്ങളുടെ കുടുംബത്തിനകത്ത്, ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തകരാകെ, അതുപോലെ എല്ലാ പാർട്ടി ബന്ധുക്കളിലും എല്ലാം തന്നെ ഇതെന്താ ടീച്ചറെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്നുള്ള വലിയൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ശക്തമായിട്ട് തന്നെ നിയമപരമായി നേരിടണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞാൻ തീരുമാനിച്ചത്, എൻ്റെ പാർട്ടിയും തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസ് ഫയൽ ചെയ്തത്.